സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. MSC റോസ് ഇത് LNG ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു കണ്ടെയ്നർ ഷിപ്പാണ്. എക്കോ ഫ്രണ്ട്ലിയാണ്, ഇന്ധനക്ഷമതയും കൂടുതലാണ്. MSC പുതിയതായി ഇറക്കുന്ന കപ്പലുകളെല്ലാം ഇതുപോലെ എക്കോ ഫ്രണ്ട്ലി ആയവയാണ്. MSC റോസിൻ്റെ ബ്രിഡ്ജിൻ്റെ വിങ്ങിൻ്റെ ഉള്ളിൽ ഈ അറ്റത്ത് പെട്ടി പോലെ കാണുന്നത് കൺട്രോൾ യൂണിറ്റാണ്. വിങ്ങിൻ്റെ രണ്ടറ്റത്തും ഈ കൺട്രോൾ യൂണിറ്റുകളുണ്ട്. മൂറിങ്ങിൻ്റെ സമയത്ത് ഈ കൺട്രോൾ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു. മെയിൻ കൺട്രോൾ യൂണിറ്റ് നാവിഗേഷണൽ ബ്രിഡ്ജിനുള്ളിൽ തന്നെയാണ്. വടം ഉപയോഗിച്ച് ബെർത്തിൽ മൂറിംഗ് നടത്തിയിരിക്കുന്നു. ഈ വീഡിയോയിൽ എനിക്ക് 2 ഡൗട്ട്സ് ഉണ്ട്. വീഡിയോയുടെ ആ ഭാഗം ആകുമ്പോൾ പറയാം. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുമല്ലോ. കഴിഞ്ഞ ആഴ്ച 800 മീറ്റർ ബെർത്തിൽ 2 കപ്പലുകൾ ബെർത്ത് ചെയ്തിരുന്നു. നേവിയസ് ടെമ്പോ വന്നു പോയ ശേഷം ഒരു ഗ്യാപ്പ് വന്നിരുന്നു. ടെക്നിക്കൽ അസസ്മെൻറ്റും മറ്റുമായിരുന്നു ആ സമയത്ത്. ആ ഗ്യാപ്പിന് ശേഷം MSCയുടെ ഒരുപാട് കപ്പലുകൾ വന്നുപോയി. STS ക്രെയിനിൻ്റെ ബോയ്ക്കു താഴെയുള്ള ക്യാബിൻ, ഇതിന് സ്പ്രെഡറിനൊപ്പം ക്രെയിനിൻ്റെ ബോയുടെ മുൻഭാഗം മുതൽ പിൻഭാഗം വരെ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കാൻ കഴിയും. ക്യാബിൻ്റെ മുൻവശത്തെ ഗ്ലാസിൽ വൈപ്പർ കാണാം. ഉള്ളിൽ ജോയ്സ്റ്റിക്ക് പോലെ 2 ഹാൻഡിലും കാണാം. ഓപ്പറേറ്റ് ചെയ്യുന്നയാൾക്ക് ഇതിനകത്ത് വരാൻ പറ്റുമായിരിക്കും, പക്ഷേ ആരെയും കാണാനില്ല. ആ കാണുന്ന ക്യാബിൻ്റെ അകവശം കാണാം, പക്ഷേ അകത്താളുണ്ടോ എന്നറിയില്ല. എനിക്ക് 2 ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞതിൽ ആദ്യത്തേത് ഇതാണ്. ഈ കൊണ്ടുവരുന്ന സാധനം എന്താണ്? അതിനുള്ളിൽ 2 ജീവനക്കാരെയും കാണാം. കണ്ടെയ്നറിനേക്കാൾ പൊക്കമുണ്ട്. എന്തെങ്കിലും ഇൻസ്പെക്ഷന് വേണ്ടി കൊണ്ടുവന്ന എന്തെങ്കിലും ആണോ? വളരെ സാവധാനത്തിലാണ് നീങ്ങുന്നത്. കണ്ടെയ്നറുകൾ കുറച്ചുകൂടി വേഗത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. എന്താണെന്നറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണമേ. അതുപോലെ ഈ വീഡിയോയും മുൻപത്തെ വീഡിയോകളും എങ്ങനെയുണ്ടെന്നും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണമേ. വളരെ സാവധാനത്തിലാണ്. ക്യാബിൻ കൂടെ വരുന്നത് കണ്ടോ? ടഗുകളെ മൂറിംഗ് ചെയ്തിരിക്കുന്നു. യാർഡിലെ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. ഇങ്ങനെ പല ആക്ടിവിറ്റീസ് ഒരേ സമയം നടക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. കാരണം പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ല ആക്റ്റീവായി. MSC അവരുടെ എല്ലാ വലിപ്പത്തിലുമുള്ള കണ്ടെയ്നർ ഷിപ്പുകളും ഇവിടെ കൊണ്ടുവരുന്നു. അദാനിയും സർക്കാരും ചേർന്ന് പോർട്ടിൻ്റെ ട്രയൽ റൺ നടത്തുന്നത് പോലെ MSCയും അവരുടെ ഭാഗത്തു നിന്നും ട്രയൽ റൺ നടത്തുകയാണെന്ന് തോന്നുന്നു. ഒരു വർഷത്തിന് മുൻപ് ഞാൻ അദാനിയും MSCയും തമ്മിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു ടൈഅപ്പിനെ പറ്റിയുള്ള ചർച്ച നടത്തിയിരുന്നു എന്ന വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നു.
കൊളംബോ പോർട്ട് മെർസ്ക് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് MSCയുടെ സൗത്ത് ഏഷ്യയിൽ ഹബ്ബാക്കി മാറ്റിയാൽ പിന്നെ കപ്പലുകളുടെ വരവിൻ്റെയും പോക്കിൻ്റെയും കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെയും കാര്യത്തിൽ വിഴിഞ്ഞത്തിന് വലിയ സ്ഥാനം ലഭിക്കും. MSCക്ക് കണ്ടെയ്നർ ഷിപ്പുകൾ മാത്രമല്ല, ബൾക്ക് ക്യാരിയറും ഓയിൽ ടാങ്കറുകളും എല്ലാം ഉണ്ട്. മാത്രമല്ല MSC ആണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി. 850ഓളം കപ്പലുകൾ MSCക്കുണ്ട്. ആ പ്രത്യേകതരം ലോഡുമായിട്ട് ക്രെയിനിൻ്റെ സ്പ്രെഡർ തിരികെ പോകുന്നു. എന്തോ ഇൻസ്പെക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രിഡ്ജിൻ്റെ മുന്നിലൂടെ പോവുകയാണ്. താഴുകയാണ്. MSC റോസ് പോസ്റ്റ് പനാമാക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വലിയ മദർഷിപ്പ് തന്നെയാണ്. 364 മീറ്റർ നീളവും 51 മീറ്റർ വീതിയും. MSC ഡയാലയുടെയും ഓറിയോണിൻ്റെയും കെയ്ലയുടെയും ഒക്കെ അതേ ക്ലാസ്. ഇനി നമുക്ക് യാർഡിലെ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോർട്ടിലെ വർക്കുകൾ ഫാസ്റ്റായി നടക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. CRMG B2 എന്ന യാർഡ് ക്രെയിൻ നീങ്ങി വരുന്നു. ഈ ക്രെയിനുകളുടെയെല്ലാം പ്രവർത്തന രീതികൾ ഞാൻ മുൻ വീഡിയോകളിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോകൾ കാണുക. യാർഡ് ക്രെയിനുകൾ ഓട്ടോമാറ്റിക്കാണ്. ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ സെമി ഓട്ടോമാറ്റിക്കും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയവയുമാണ്. ഇവിടുത്തെ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും ശേഷിയിലും ഇന്ത്യയിലെ ഏറ്റവും മുൻപന്തിയിലുള്ളവയാണ്. ഈ കിടക്കുന്ന 3 വെളുത്ത കണ്ടെയ്നറുകൾ കണ്ടോ? മറൈൻ പ്രോഡക്റ്റുകളും മറ്റ് കേടാവാൻ സാധ്യതയുള്ള ഭക്ഷ്യവസ്തുക്കളും ഇതുപോലുള്ള ഫ്രീസറുള്ള കണ്ടെയ്നറുകളിലാണ് കയറ്റി അയക്കുന്നത്. ഉദാഹരണത്തിന് മീനും കൊഞ്ചുമൊക്കെ കയറ്റി അയക്കുന്നത് ഇതുപോലുള്ള ഫ്രീസറുള്ള കണ്ടെയ്നറുകളിലാണ്. ഈ കണ്ടെയ്നറുകളിലെ ഫ്രീസറുകൾക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള പവർ സപ്ലൈക്കായുള്ള സൗകര്യങ്ങൾ ഈ യാർഡുകളിൽ ഉണ്ടാവും. കണ്ടെയ്നറുകളിൽ അടിയന്തരാവശ്യങ്ങളിലേക്കായി ചെറിയ ജനറേറ്ററും ഉണ്ടാവും.
ഒരു കണ്ടെയ്നർ സ്റ്റാക്ക് ഫോർക്ക് ലിഫ്റ്റ് വരുന്നത് കണ്ടോ? 16 ടൺ ശേഷിയുള്ള XCMG എന്ന കമ്പനി നിർമ്മിച്ചവയാണിവ. കണ്ടെയ്നറുകൾ സ്റ്റാക്കപ്പ് ചെയ്യാനും ട്രെയിലർ ട്രക്കിൽ കയറ്റാനും ഇറക്കാനുമൊക്കെ ഉപയോഗിക്കാം. ഇത് കണ്ടിട്ട് ട്രാൻസ്ഫോർമേഴ്സ് എന്ന ഹോളിവുഡ് മൂവിയാണ് ഓർമ്മ വരുന്നത്. ട്രാൻസ്ഫോർമേഴ്സ് കാറായും ട്രക്കായും റോബോട്ടായും ഒക്കെ രൂപം മാറുമല്ലോ. കണ്ടെയ്നർ സ്റ്റാക്ക് ഫോർക്ക് ലിഫ്റ്റ് അവിടെ പാർക്ക് ചെയ്തു. യാർഡ് ക്രെയിനിന്റെ സ്പ്രെഡർ ഫ്രീസർ കണ്ടെയ്നറിനെ ഉയർത്താൻ പോവുകയാണ്. മൂന്ന് കണ്ടെയ്നറുകളിൽ ഒരെണ്ണം നേരത്തെ തന്നെ പോയി കഴിഞ്ഞു. AS ആൽവ എന്നൊരു നോർവീജിയൻ കപ്പൽ പുറംകടലിൽ വന്നു കിടപ്പുണ്ട്. വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്യാൻ വന്നതാണ്. പക്ഷേ പിന്നീട് അറിയാൻ കഴിഞ്ഞത് അത് കൊളംബോയ്ക്ക് പോയി എന്നാണ്. ആ കപ്പൽ ഇവിടെ വരണമായിരുന്നു. കാരണം ആ കപ്പലിൽ തന്നെ ഇൻബിൽറ്റായിട്ട് 3 ക്രെയിനുകൾ ഉണ്ടായിരുന്നു. AS ആൽവ വന്നിരുന്നുവെങ്കിൽ അതുപോലത്തെ കപ്പൽ വിഴിഞ്ഞത്ത് ആദ്യമായിട്ടായിരുന്നേനെ. ശാന്തിസാഗർ 10 എന്ന ഡ്രെഡ്ജർ അദാനിയുടെ തന്നെയാണ്. കൊളംബോയിലെ പണി കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ബെർത്ത് ചെയ്തിരിക്കുന്നു. മറ്റു പല ചാനലുകളിലെ വീഡിയോകളിലെ കമൻറ്റ് ബോക്സുകളിൽ പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു MSC അന്ന വരുന്നതിന് മുൻപ് ഡ്രെഡ്ജ് ചെയ്യാൻ വന്നതാണെന്ന്. അവരോട് ഒന്നേ പറയാനുള്ളൂ, MSC അന്നയേക്കാൾ വലിയ കപ്പലായിരുന്നു MSC ക്ലോഡ് ഗിറാർഡെറ്റ്. ക്ലോഡ് ഗിറാർഡെറ്റ് വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്യുന്ന സമയത്ത് ശാന്തിസാഗർ 10 കൊളംബോയിൽ നിന്നും ഇവിടുത്തെ പുറംകടലിൽ വന്നെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ക്ലോഡ് ഗിറാർഡെറ്റ് ബെർത്ത് ചെയ്യുന്നതിന് മുൻപ് ശാന്തിസാഗർ 10 ഇവിടെ എത്തിയിട്ടില്ല. മാത്രമല്ല ക്ലോഡ് ഗിറാർഡെറ്റ് നിറയെ കണ്ടെയ്നറുകളുമായാണ് വന്നത്. STS ക്രെയിനുകളുടെ മുകളിലെ ക്യാബിൻ. STS ക്രെയിനുകളുടെ ബോ ഉയർത്തി വച്ചിരിക്കുന്നു. കോസ്റ്റ് ഗാർഡിന്റെ പട്രോൾ ബോട്ട് ടെർമിനലിൽ ബെർത്ത് ചെയ്തിരിക്കുന്നു. വിഴിഞ്ഞത്തെ ക്രൈസ്റ്റ് റെഡിമേർ പ്രതിമ.
അവർ ലേഡി ഓഫ് ഗുഡ് വോയേജ് ചർച്ച്. പോർട്ടിലെ ഓഫീസ് ബിൽഡിങ്ങുകളിൽ ഒന്ന്. പുറംകടലിൽ നിന്നും പട്രോളിംഗ് കഴിഞ്ഞ് തിരികെ വരുന്ന കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട്. എൻ്റെ രണ്ടാമത്തെ ഡൗട്ട് ഇതാണ്. ഈ അൺലോഡ് ചെയ്യുന്ന സാധനം എന്താണ്? ട്രക്കിൻ്റെ ചേസിസ് ആണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ വീതി തന്നെ കപ്പലിലിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ നീളത്തേക്കാളുണ്ട്. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുമല്ലോ. ടഗുകൾ മറയുന്നത് കാരണം എന്തിലേക്കാണ് ഇറക്കി വെക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. STS ക്രെയിനുകളുടെ മുകളിലെ ക്യാബിനുകൾ നീങ്ങുന്നു. ഒരു കണ്ടെയ്നർ അൺലോഡ് ചെയ്യുകയാണ്. വളരെ ഫാസ്റ്റാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് ഫിഷിംഗ് ഹാർബറിനുള്ളിലെ ബെർത്തിലേക്ക് പോകുന്നു. പോർട്ടിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ടെർമിനൽ പോർട്ടിനുള്ളിലേക്ക് പോകും. കോസ്റ്റ് ഗാർഡിന് മാത്രമല്ല നേവിക്കും ബെർത്തുണ്ടാകും. അതും മാത്രമല്ല, തിരുവനന്തപുരത്ത് വരുന്ന മാരിടൈം തിയേറ്റർ കമാൻഡ് അതുകൂടി വരുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും തന്ത്രപരമായ പ്രാധാന്യം വളരെ വർദ്ധിക്കും. സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും ഈ തിയേറ്റർ കമാൻഡിൻ്റെ കീഴിലായിരിക്കും. കൊച്ചിയിലെ സതേൺ നേവൽ കമാൻഡും തിരുവനന്തപുരത്തെ സതേൺ എയർ കമാൻഡും എല്ലാം. ബോട്ട് ബെർത്തിലേക്ക് വരുന്നു.
കോസ്റ്റ് ഗാർഡ് ബോട്ടിൻ്റെ മൂറിംഗ് കാണാം. ബെർത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൻ്റെ ബോട്ട് യാർഡിൽ നിന്നുള്ള ദൃശ്യം. തുറമുഖത്തെ യാർഡ്. ബോട്ട് യാർഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഫിഷിംഗ് ബോട്ടുകൾ. യാർഡ് ക്രെയിനുകൾ. ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സന്ദർശിക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നതുവരെ ഗുഡ് ബൈ.